Hi everybody. Today's video is going to be in Malayalam, so all my non-Malayali friends, please keep the captions on. Hi, hello, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ദയവായി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ആലു ടമാട്ടർ സബ്ജിയാണ്. ഉരുളക്കിഴങ്ങും തക്കാളി ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കൂട്ടാവുന്ന ഒരു സൈഡ് ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ പൊട്ടാറ്റോയും തക്കാളി ഉപയോഗിച്ചിട്ടുള്ള കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതായി അരിഞ്ഞത്, ജീരകം, കായം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിയില അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഗരം മസാല പൊടി. ഇതുകൂടാതെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോനെ ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്യാം. വല്ലാണ്ട് മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ പൊട്ടാറ്റോ നല്ലോണം പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ജീരകവും കായപ്പൊടിയും ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. ജീരകം ഒന്ന് ചോന്ന് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർക്കാം. ഇപ്പോൾ ഞാൻ ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി വേഗം കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഈ തക്കാളി നന്നായി കുക്കായി സോഫ്റ്റായിട്ട് നല്ലപോലെ മാഷ് ആവണം. അതുവരെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. തക്കാളി നന്നായി കുക്കായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്യും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല കുക്കായി എണ്ണ പുറത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. തക്കാളിയും മസാലയൊക്കെ കുക്കായി എണ്ണ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്യാം. പൊട്ടാറ്റോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് മാഷ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതൊരു ഗ്രേവി ഡിഷാണ്. നല്ലപോലെ വെള്ളം ഒഴിക്കണം ഇതിന്. അപ്പൊ ഇതിൽ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളം തിളച്ചു. ഇനി ഇതൊരു മൂടിയിട്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് നല്ലോണം തിളച്ചു. ഇപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല പൊടി, ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്,
മല്ലിയില ഇത്ര ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറിക്ക് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് വല്ലാണ്ട് ഡ്രൈ ആക്കാണ്ട് നോക്കുക. അപ്പോൾ ആലു ടമാറ്റർ ഗ്രേവി റെഡിയായി. ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണ്. വെറും 15 മിനിറ്റ് തിളയ്ക്കാനുള്ള സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പൂരിയുടെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത പ്രാവശ്യം പൂരി ഉണ്ടാക്കുമ്പോൾ ബാജിക്ക് പകരം അല്ലെങ്കിൽ സാധാരണ കിഴങ്ങ് കറിക്ക് പകരം ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.